ഇന്ന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് കരുതി. എനിക്കാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ അങ്ങ് തോന്നിയിട്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു സാധനം വാങ്ങിച്ചു വെച്ചിട്ട് കുറേ നാളായി ഞങ്ങൾ ആരും കഴിക്കാറില്ല. കാരണം ഇതിന് മധുരം ഇല്ലാത്തതുകൊണ്ട് തന്നെ പാലിനകത്തിട്ട് കഴിക്കുമ്പോഴേ എന്തോ പോലെ ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആരും എടുക്കുന്നില്ല. പിന്നെ ഇത് നശിപ്പിച്ച് കളയണ്ടെന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു സാധനം എനിക്കൊന്ന് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ നല്ലതാണ്. എനിക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ ഒട്ടും തോന്നത്തില്ല, അങ്ങ് മനം മറിക്കും കേട്ടോ. ഒട്ടും പറ്റാത്തൊരു സാധനമാണ്. പിന്നെ വേണമെങ്കിൽ തേനോ എന്തെങ്കിലുമൊക്കെ മധുരമൊക്കെ ആഡ് ചെയ്ത് കഴിച്ചാൽ ചിലപ്പോൾ നല്ലതായിരിക്കും. പക്ഷേ എന്തോ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതേ ഇല്ല കേട്ടോ. എന്തായാലും നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പൊടിച്ചെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് പൊടിയൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടിയാൽ മതി. അതായത് നമ്മൾ കൈ കൊണ്ട് അമുക്കുമ്പോൾ ഒന്ന് പൊടിയുമല്ലോ, അത്രയും മാത്രം മതി. പിന്നെ ഇതാ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇനി കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടേ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ചിക്കൻ നേരത്തെ തന്നെ ഞാനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫ്രൈഡ് ചിക്കൻ ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ചിക്കൻ നല്ല വൃത്തിയാക്കി എടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. കുറച്ച് ചിക്കനേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെല്ലാം കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അങ്ങനെ കോൺഫ്ലവറും കൂടെ ചേർത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് വിനാഗിരി പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ ചെയ്യുക കേട്ടോ, എന്നാലേ ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടത്തുള്ളൂ. പൊടിയെല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഇതിനകത്ത് ഇച്ചിരി വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നേ. അതായത് നമ്മൾ ചിക്കൻ കഴുകി വെക്കുമ്പോൾ വീണ്ടും ആ ചിക്കനകത്ത് നിന്ന് വെള്ളം ഇങ്ങനെ വരുമല്ലോ, അത് ഞാൻ ഒന്നും കൂടെ ചരിച്ച് കളയേണ്ടതായിരുന്നു. പക്ഷേ ഞാൻ കളഞ്ഞില്ല. അതുകൊണ്ടാണ് അത് ഇച്ചിരി വെള്ളം പോലെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിത് ഫുള്ള് മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഞാനൊരു അരമണിക്കൂറോളം മാത്രമേ വെച്ച് കാണത്തുള്ളൂ. ഇത് അധികം സമയം ഇരിക്കുന്നതോറും മസാലയൊക്കെ നല്ല രീതിയിലൊന്ന് പിടിച്ചിരിക്കും കേട്ടോ ചിക്കനകത്ത്. അപ്പോൾ നമ്മളിതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മുട്ടയുടെ മിക്സിനകത്തോട് മുക്കി ഒന്ന് എടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച് ഇവനിലും കൂടെ ഒന്ന് മുക്കി ഒന്ന് എടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുടഞ്ഞെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിനകത്ത് നമ്മളിങ്ങനെ ഇളകിയിരിക്കുന്നതൊക്കെ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് അതിങ്ങനെ ഇളകി മാറിയിട്ട് ഒന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതിനകത്ത് നല്ല രീതിയിൽ മുക്കിയിട്ട് ഒന്ന് കുടഞ്ഞൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും ചെയ്ത് മാറ്റി വെക്കുന്നില്ല. ഇപ്പോൾ എണ്ണയിലോട്ട് ഇടാൻ പറ്റുന്നതിൻ്റെ അത്ര മാത്രമേ മാറ്റി വെക്കുന്നുള്ളൂ. നമ്മൾ കൈയോടെ മുക്കി അങ്ങ് പൊരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് മാറ്റി വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നനവ് പോലെ വരാൻ തുടങ്ങും. അതുകൊണ്ട് കൈയോടെ എടുത്ത് മാറ്റി വെച്ച് അപ്പോഴേ തന്നെ എണ്ണയിലോട്ട് ഇടുക. അപ്പോൾ ഞാൻ 2-3 പീസാണ് കേട്ടോ ഇപ്പം മാറ്റി വെച്ചേക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ പിന്നീട് ചെയ്യാമെന്ന് കരുതി. കാരണം ഞാൻ കുഞ്ഞൊരു ചീനിച്ചട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൊള്ളാൻ പറ്റുന്നതിൻ്റെ അത്ര മാത്രമേ ഇടുന്നുള്ളൂ. 2-3 പീസ് ഇടുമ്പം തന്നെ ആ ഒരു ചട്ടിയിൽ നിറയും. അപ്പോൾ ഒരുപാട് അതിനകത്ത് ഇടാനും പറ്റത്തില്ല. അതുകൊണ്ട് 2-3 മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ റെസിപ്പിയാണ്. ഇതിനകത്ത് കൂടുതലായിട്ട് വേറെ കാര്യങ്ങളും മസാലകളും ഒന്നും ഞാൻ ചേർക്കുന്നൊന്നുമില്ല. പിന്നെ പെട്ടെന്നൊരു ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ തോന്നുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത്. അധികം നേരം നമ്മൾ വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴേ തന്നെ വേണമെങ്കിൽ മസാല പുരട്ടി നിങ്ങൾക്ക് വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല മസാലയ്ക്ക് പിടിച്ചൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിത് മാറ്റി വെച്ചാൽ ആ ഒരു 3 പീസ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞ് ചീനിച്ചട്ടി ആയതുകൊണ്ടേ ഞാൻ 3 പീസേ ഇടുന്നുള്ളൂ. അത് മാത്രമല്ല ഒരുപാട് എണ്ണ അങ്ങ് ഒഴിച്ചിട്ടേ പിന്നെ ആ എണ്ണ വേസ്റ്റായി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെറിയ ചട്ടി എടുത്തത് തന്നെ. അങ്ങനെ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് പൊള്ളിച്ചൊക്കെ എടുക്കുന്നുണ്ട്. തീ കുറച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ വെന്ത് കിട്ടത്തുമില്ല, പെട്ടെന്ന് കരിഞ്ഞ് പോവുകയും ചെയ്യും. അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് എണ്ണയൊന്ന് നല്ല രീതിയിൽ ചൂടായി കിടക്കായിരുന്നു തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കളറിൽ വ്യത്യാസം വന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കരിഞ്ഞൊന്നും പോയിട്ടൊന്നും ഇല്ല. പിന്നീട് ഞാൻ തീ കുറച്ചിട്ടിട്ട് പിന്നെ പതിയെ ആക്കി എടുക്കുമായിരുന്നു. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞു. 2ാമത്തെ ട്രിപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ചിക്കൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. 8-9 പീസ് എങ്ങാനേ കാണത്തുള്ളൂ. അങ്ങനെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. സംഭവം ഇനി കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണമല്ലോ.
സംഭവം എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതായതുകൊണ്ട് തന്നെ അടിപൊളി ആയിരിക്കോ ഇല്ലയോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം, ഇഷ്ടപ്പെടുവാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ, സീ യു.